watch me. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചെറിയ ടെയിലൈറ്റ് മോഡിഫിക്കേഷനാണ്. കുറച്ച് മുമ്പ് ഞാൻ ഒരു ഹെഡ്ലൈറ്റ് മോഡിഫിക്കേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കാണാത്തവർ ചാനലിൽ അവൈലബിൾ ആണ്. ചാനൽ നോക്കിയാൽ ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ ഈ ടെയിലൈറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ബൂട്ടൊന്ന് തുറക്കണം. ബൂട്ട് തുറന്നാൽ നമുക്ക് ടെയിലൈറ്റ് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന 2 ബോൾട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണും 2 ബോൾട്ടുണ്ട്. മേളിൽ ഒരു ബോൾട്ട് മേളിലും ഒരു ബോൾട്ട് താഴെയും. പിന്നെ ഈ ലൈറ്റിന് സൈഡിലായിട്ടൊരു ബട്ടണുണ്ട്. അത് ഇളക്കുന്ന സമയത്ത് അതെങ്ങനെ ഊരേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ 2 ബോൾട്ടും ഇളക്കാം. ഇപ്പോൾ 2 ബോൾട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് വലത്തോട്ട് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബട്ടണിൽ നിന്ന് ലൈറ്റ് ഇളകി വരുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ബട്ടൺ സൈഡിലുള്ളത്. ടെയിലൈറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ബൾബിൻ്റെ ഹോൾഡറുകൾ ഇളക്കണം. അപ്പോൾ ബൾബിൻ്റെ ഹോൾഡർ ഇളക്കാനായിട്ട് ഇടത്തോട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലോക്ക് ഊരുന്നതായിരിക്കും. ലോക്ക് ഊരിയിട്ട് ബൾബ് മേളിലോട്ട് പിടിച്ചാൽ ഹോൾഡർ ഇളകി വരുന്നതായിരിക്കും. എല്ലാ ബൾബിൻ്റെയും ഹോൾഡർ ഇടത്തോട്ട് തിരിച്ചിട്ട് മേളിലോട്ട് വലിച്ചാൽ ഊരി വരുന്ന ടൈപ്പ് ലോക്കാണ് ഉള്ളത് എല്ലാ ഹോൾഡറിലും. ലാസ്റ്റത്തെ ഹോൾഡറും കൂടെ ഊരാൻ ഇടത്തേക്ക് തിരിച്ചിട്ട് മേളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഹോൾഡർ ഊരി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ടെയിൽ ലൈറ്റ് അസംബ്ലി ഊരിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്ലാക്ക് ഔട്ട് ചെയ്തുള്ളൊരു ഡിസൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മോഡിഫിക്കേഷനിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ വീഡിയോയിൽ ചെയ്തിരുന്ന പോലെ തന്നെ ടെയിൽ ലൈറ്റിലും ചെറിയ സ്ക്രൂകളുണ്ട്. ആ സ്ക്രൂ അഴിച്ചാലേ നമുക്ക് നമ്മുടെ ടെയിൽ ലൈറ്റിൻ്റെ ഗ്ലാസ് ഭാഗം അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് 3 സ്ക്രൂകളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ 3 സ്ക്രൂകൾ അഴിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്രൂ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടെയിൽ ലൈറ്റിൻ്റെ ബാക്ക് ഭാഗവും ഗ്ലാസ് പാർട്ടും ഗ്ലൂ വെച്ചാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കാണാൻ ചെറുതായിട്ട് ഗ്ലൂവിൻ്റെ ഒരു ലോക്ക് മാതിരി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഒന്ന് വിടുവിക്കണം. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് തള്ളിക്കഴിഞ്ഞാൽ അത് വിടുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് ഈ ലൈറ്റിൻ്റെ പുറകിൽ ഏതെങ്കിലും ലോക്ക് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ലൈറ്റിൻ്റെ പുറഭാഗത്തായിട്ടായിരിക്കും മിക്കപ്പോഴും ലോക്ക് കാണുക. അപ്പോൾ ഈ ലോക്കിനാണെങ്കിൽ ലോക്കിൻ്റെ പുറത്ത് തന്നെ കുറച്ച് ആ ഗ്ലൂ കുറച്ച് അധികം അവരിട്ട് വെച്ചിട്ടുണ്ട് ആ ലോക്കിൽ നിന്ന് ഊരി പോയിരിക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഗ്ലൂ ഒന്ന് ഇളക്കണം അതിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കിയിട്ട് ഇളക്കുന്ന സമയത്ത് ആ ഗ്ലൂ അതിൻ്റെ ഇടയ്ക്ക് കയറി ജാമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആ ലോക്കിൻ്റെ മേളിലുള്ള ഗ്ലൂ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തി ഇളക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ ടെയിൽ ലൈറ്റ് ചൂടാക്കിയിട്ട് ഇളക്കേണ്ടത്. ഒന്നും കൂടെ ലോക്ക് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുക. ലോക്ക് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ, ഇല്ലെങ്കിൽ ലൈറ്റ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മുമ്പ് ഹെഡ്ലൈറ്റിൻ്റെ വീഡിയോയിൽ ഉപയോഗിച്ച കണക്ക് തന്നെ ഞാൻ ഇവിടെയും ഒരു ലൈറ്ററാണ് ഉപയോഗിക്കുന്നത്. ഹീറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല. ലൈറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ ടെയിൽ ലൈറ്റിന് ചുറ്റും ചൂടാക്കിയിട്ട് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് പയ്യെ ഇങ്ങനെ തള്ളിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടെയിൽ ലൈറ്റിൻ്റെ ഗ്ലാസ് ആയിട്ടുള്ള പോർഷൻ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തള്ളുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കുക, അത് ഗ്ലാസ്സിലോട്ട് അധികം ഞെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഗ്ലാസ്സിൽ ഞെങ്ങിക്കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെയിൽ ലൈറ്റ് ഇളക്കുമ്പോൾ ഈ ഭാഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് കട്ടി കുറഞ്ഞ ഭാഗമാണ്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. താഴത്തെ കോർണറാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. താഴത്തെ കോർണർ എപ്പോഴും എല്ലാ വണ്ടിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്, താഴത്തെ കോർണറായിരിക്കും എപ്പോഴും പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ അഴിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അവിടെ പവർ കൊടുക്കരുത്.
മാക്സിമം നല്ലപോലെ ചൂടാക്കിയിട്ട് പയ്യെ അഴിക്കാൻ ശ്രമിക്കുക. സമയം എടുത്ത് വേണം അഴിക്കാൻ, ഇല്ലെങ്കിൽ ആ ലൈറ്റ് പൊട്ടിപ്പോവും. ലൈറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒട്ടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ കാണിക്കുന്ന കണക്ക് ഊരുന്ന സമയത്ത് ഗ്ലൂ പിന്നും പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ആ ഗ്ലൂ ഇങ്ങനെ ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അധികം വേഗത്തിൽ ചെയ്യരുത്, സമയമെടുത്ത് വേണം ഇളക്കാൻ, ഇല്ലെങ്കിൽ ലൈറ്റ് പൊട്ടിപ്പോവും. ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് അതിനകത്ത് പിടിച്ചിരിക്കുന്ന ഗ്ലൂ ഇളക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ടെയിൽ ലൈറ്റ് പയ്യെ വലിച്ചെടുക്കാൻ നോക്കുക. അറ്റഭാഗം ശ്രദ്ധിക്കണം, പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ടെയിൽ ലൈറ്റിൻ്റെ ഗ്ലാസ് ഭാഗം ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മളിനി മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. നമ്മുടെ ടെയിൽ ലൈറ്റിനകത്തുള്ള ഭാഗത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല. അതിനകത്ത് റിഫ്ലക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ റിഫ്ലക്ടറിൽ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഫുള്ള് കറുപ്പാക്കുമ്പോൾ റിഫ്ലക്ടർ ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റിഫ്ലക്ടർ ഭാഗം നമ്മളൊന്നും ചെയ്യുന്നില്ല. ഈ ഗ്ലാസ്സിൽ മാത്രമായിരിക്കും നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മോഡിഫിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈനിൽ ഞാൻ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡിസൈനായിരിക്കും ഞാൻ ടെയിൽ ലൈറ്റിന് ഗ്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ലൈറ്റ് പുറത്തേക്ക് വരുന്ന ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്കർ വെച്ച്. ആ മാർക്കർ വെച്ച് വരച്ചിരിക്കുന്ന ഭാഗത്താണ് നമ്മുടെ ഈ ലൈറ്റ് മെയിനായിട്ട് കാണുക. അതേ ഷേപ്പിലാണ് ഞാൻ ഇവിടെ ടെംപ്ലേറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിസൈനാണത്. ഇനി നമുക്ക് ഈ ഡിസൈൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാനായിട്ട് ഞാൻ പേപ്പറിൽ അതേ അളവിലുള്ള ഷേപ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷേപ്പിലുള്ള അതേ അളവായിരിക്കും ടെയിൽ ലൈറ്റിലുള്ള ഷേപ്പിന്. അപ്പോൾ ഇനി നമുക്ക് ഈ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് കട്ട് ചെയ്തിട്ട് ടെയിൽ ലൈറ്റിൽ ഒട്ടിച്ചാണ് ബാക്കിയുള്ള മോഡിഫിക്കേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഡിസൈൻസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തി ഡിസൈനിൽ. റിവേഴ്സ് ലൈറ്റ് മാത്രം ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ബാലൻസ് ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റിൻ്റെയും ഡിസൈനാണ് ഞാൻ ഇവിടെ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഡിസൈനിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ അത് കണക്ക് തന്നെ, പക്ഷേ ടെയിൽ ലൈറ്റിൽ ചെറിയ മാറ്റം വരുത്തി. അപ്പോൾ ഞാൻ ആ ഡിസൈൻസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കട്ട് ചെയ്തിട്ട് നമുക്കിത് ടെയിൽ ലൈറ്റിൽ ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ടെയിൽ ലൈറ്റിൽ ഒട്ടിച്ചു. എന്നിട്ട് ഇതിൽ ഞാൻ ലൈറ്റ് ഏത് ഭാഗത്തൂടെയാണ് പുറത്ത് വരേണ്ടത് ആ ഭാഗത്തെ പേപ്പർ മാത്രം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡിസൈൻ മാത്രമാണ് ഇപ്പം ഇവിടെ നേരെ കാണാൻ പറ്റുന്നത്. ഈ ഡിസൈൻ ഭാഗത്തൂടെ ആയിരിക്കും നമുക്ക് പുറത്തേക്ക് ലൈറ്റ് ലഭിക്കുന്നത്. ബാക്കി ചുറ്റിനുമുള്ള എല്ലാം കറുപ്പ് കളറായിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് പെയിൻറ്റിങ് കഴിഞ്ഞുള്ള ലൈറ്റ്. ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ടെയിൽ ലൈറ്റിന് പുറകു വശത്ത് നമ്മുടെ പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒട്ടിച്ച് വയ്ക്കണം. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇങ്ങനെ വെട്ടത്തോട്ട് കാണിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡിസൈൻ അതിലേ കൂടെ കാണാൻ പറ്റും. ഈ ഡിസൈൻ വഴി നമുക്ക് ഈ പേപ്പർ ടേപ്പ് കട്ട് ചെയ്യണം. എന്നാലേ ബാക്കിൽ പെയിൻ്റ് അടിക്കുമ്പോൾ ആ ഭാഗത്ത് പെയിൻറ്റ് വരാതിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ആ ഡിസൈൻ കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ആ വേണ്ടുന്ന ഡിസൈനിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടെയിൽ ലൈറ്റിന് പുറത്തൊട്ടിച്ചിരുന്ന പേപ്പർ ഇളക്കി കളയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഏകദേശം കാണാൻ പറ്റും എങ്ങനെയായിരിക്കും നമ്മൾ ഡിസൈൻ എന്ന്. ഇത് ഞാൻ ടെയിൽ ലൈറ്റിന് അകത്താണ് ഒട്ടിച്ചിരിക്കുന്നത്. ഞാൻ തൽക്കാലത്തേക്ക് റിവേഴ്സ് ലൈറ്റ് ഫുള്ളും അങ്ങനെ തന്നെ വെറുതെ വിട്ടിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ ലൈറ്റ് കുറവാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ റിവേഴ്സ് ലൈറ്റിൽ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്ററിലും മാത്രമാണ് ഞാൻ ഇപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ട് മുമ്പ് ഹെഡ്ലൈറ്റിൻ്റെ വീഡിയോയിൽ ഉപയോഗിച്ച അതേ പെയിൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതേ പെയിൻറ്റ് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ടെയിൽ ലൈറ്റിൻ്റെ പുറം ഭാഗം ഫുള്ള് മാസ്ക് ചെയ്യണം. ഫുള്ള് മാസ്ക് ചെയ്തില്ലെങ്കിൽ പെയിൻറ്റ് പുറത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാണാൻ വൃത്തി ഉണ്ടാകത്തില്ല.
നമ്മളാകെ പെയിൻറ്റ് ചെയ്യുന്നത് ടെയിൽ ലൈറ്റിൻ്റെ അകത്ത് മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ബാക്ക് ഭാഗത്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 3-4 കോട്ടയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യണം, എങ്കിലേ ഫിനിഷിങ് കിട്ടത്തുള്ളൂ. പിന്നെ ഉണങ്ങാനായിട്ട് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉണങ്ങാൻ വയ്ക്കണം, 3 കോട്ട് ചെയ്തതിന് ശേഷം. ഓരോ കോട്ടിനും ഇടയ്ക്ക് അരമണിക്കൂർ വീതം സമയം കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ടെയിൽ ലൈറ്റിന് പുറത്തൊട്ടിച്ചിരുന്ന ഈ ടേപ്പ് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ടെയിൽ ലൈറ്റിന് നമുക്ക് തിരിച്ച് അസംബിൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ റിഫ്ലക്ടറിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പെയിൻ്റ് അടിച്ച ഗ്ലാസ് ഭാഗം നമുക്ക് തിരിച്ച് റിഫ്ലക്ടറിന് മുകളിൽ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ലോക്കുകൾ കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുക. പിന്നെ ഗ്യാപ്പ് ഉണ്ടാകരുത്. ഗ്യാപ്പ് ഉണ്ടാകാത്ത രീതിയിൽ തന്നെ നമ്മൾ ടെയിൽ ലൈറ്റിൻ്റെ ഗ്ലാസ് ഭാഗം ബോഡിയോട് ചേർത്ത് തന്നെ വയ്ക്കുക. അപ്പോൾ ഗ്യാപ്പ് അധികം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സീലൻ്റ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് തന്നെ ഈ ഗ്ലാസ് നമ്മുടെ ടെയിൽ ലൈറ്റ് അസംബ്ലിയിലോട്ട് പ്രസ് ചെയ്തിടുക. ലോക്കുകളെല്ലാം വീഴ്ത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ എല്ലാ ലോക്കും ഇട്ട് കഴിഞ്ഞു. അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇതിനകത്തുനിന്ന് ആദ്യം അഴിച്ച സ്ക്രൂ തിരിച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആകെ 3 സ്ക്രൂ ആണ് ഇതിൽ നിന്ന് ഊരിയത്. അപ്പോൾ ആ 3 സ്ക്രൂ നമുക്ക് ഇതിൽ തിരിച്ച് മുറുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രൂ 3 നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തായി ചെയ്യേണ്ടത് നമുക്ക് ഈ ലൈറ്റ് സീൽ ചെയ്യുക എന്നതാണ്. അപ്പോൾ സീൽ ചെയ്യുന്നതിനായിട്ട് ഒന്നും കൂടെ സൈഡ് ഭാഗം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പ് കഴിവതും ഒഴിവാക്കുക. ഇപ്പോൾ നമ്മുടെ 2 ടെയിൽ ലൈറ്റ് നമ്മൾ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് ലോക്കെല്ലാം ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സീൽ ചെയ്യണം. സീൽ ചെയ്യാനായിട്ട് നമ്മൾ ഹെഡ് ലൈറ്റിൻ്റെ വീഡിയോയിൽ ഉപയോഗിച്ച അതേ അനാബോണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ബോണ്ട് ക്ലിയർ ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ടെയിൽ ലൈറ്റിൻ്റെയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ കഴിവതും ക്ലിയർ ആയിട്ടുള്ള സീലൻ്റ് തന്നെ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് കളറായിട്ടുള്ള വരുമ്പോഴത് വൃത്തികേടായിട്ട് തോന്നും. അനാബോണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അനാബോണ്ട് എടുത്തിട്ട് നമ്മുടെ ടെയിൽ ലൈറ്റിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ ഗ്യാപ്പ് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യുക. സീൽ ചെയ്തില്ലെങ്കിൽ അതുവഴി വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഫുള്ള് സീൽ ചെയ്യുക. ഗ്യാപ്പ് ഇടാതെ തന്നെ ഫുള്ള് സീൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. സീൽ ചെയ്തതിന് ശേഷം 2.5 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ടെയിൽ ലൈറ്റ് ഉണങ്ങാൻ വെക്കണം. എങ്കിലേ കറക്റ്റായിട്ട് നമ്മുടെ ബോണ്ട് അതിൽ സെറ്റ് ആവത്തുള്ളൂ. 2.5 മണിക്കൂറിന് ശേഷമേ നമ്മൾ ടെയിൽ ലൈറ്റ് അസംബിൾ ചെയ്യാൻ വേണ്ടി എടുക്കാവൂ. ഇപ്പോൾ നമ്മുടെ ടെയിൽ ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ബോണ്ടെല്ലാം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡിഫൈഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്. വളരെ എളുപ്പം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ ചിലവൊന്നുമില്ല. അതേസമയം ഇതേ കണക്കൊരു ടെയിൽ ലൈറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് വലിയ വിലയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ടെയിൽ ലൈറ്റ് വണ്ടിയിൽ അസംബിൾ ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ബൾബിലെ ഹോൾഡറിലുള്ള ലോക്ക് ശ്രദ്ധിക്കുക. ആ ലോക്ക് നമ്മുടെ ടെയിൽ ലൈറ്റ് അസംബ്ലിയിലുള്ള ലോക്കിനും സെയിമായിട്ട് വെച്ചിട്ട് വലത്തോട്ട് തിരിച്ച് വേണം നമ്മുടെ ഹോൾഡർ ലോക്ക് ചെയ്യാൻ. ഇതേ കണക്ക് ബാക്കിയുള്ള ഹോൾഡറുകളും കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിടുക. ഇപ്പോൾ നമ്മുടെ ഹോൾഡറെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് ഈ സൈഡിലുള്ള ലോക്ക് നമ്മൾ ശ്രദ്ധിച്ച് വേണം കറക്റ്റ് ഹോളോ ആയിട്ട് അലൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ടെയിൽ ലൈറ്റ് വണ്ടിയിൽ ഫിക്സ് ചെയ്യാൻ. കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ ആ സൈഡ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ലോക്ക് എപ്പോഴും കറക്റ്റായിരിക്കണം.
ഹോൾ കറക്റ്റായില്ലെങ്കിൽ പാനൽ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇടാൻ നേരത്ത് ഫസ്റ്റ് ഈ ലോക്ക് അലൈൻ ചെയ്തിട്ട് വേണം ടെയിൽ ലൈറ്റ് സെറ്റ് ചെയ്യാൻ. സൈഡ് ആ ബട്ടൺ ഇട്ടതിന് ശേഷം നമ്മുടെ ബാലൻസ് ഉള്ള 2 ബോൾട്ട് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടെയിൽ ലൈറ്റ് മോഡിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കണക്ക് മറ്റേ ടെയിൽ ലൈറ്റും വണ്ടിയിൽ സെറ്റ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡിഫിക്കേഷനാണിത്. ഇപ്പോൾ നമ്മുടെ മോഡിഫൈഡ് ടെയിൽ ലൈറ്റ് ഇനി വർക്ക് ചെയ്യിച്ച് നോക്കാം. അതിന് മുമ്പായി ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അതുവഴി ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും സീ യു.